കോർപ്പറേഷൻ വാങ്ങി നൽകിയ 113 ബസ്സുകളിൽ നല്ലൊരു ഭാഗവും സംസ്ഥാനത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ ഓടിച്ച് KSRTC ലാഭം വാരുന്നു. തലസ്ഥാനത്തെ മലിനീകരണം കുറയ്ക്കാൻ കോർപ്പറേഷൻ വാങ്ങിയ 113 ഈ ബസ്സുകളും ഉടൻ സിറ്റിയിലെത്തിക്കാൻ ആവശ്യപ്പെട്ട നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മേയർ. എന്തിനും ഏതിനും വെട്ടൊന്ന് മുറുകേണ്ട എന്ന് പറയുന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മേയറിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പഞ്ചപുച്ഛമടക്കിയിരിക്കുകയാണ്. യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന മേയറിനെ തൊട്ടുകഴിഞ്ഞാൽ ഗണേഷ് കുമാറിന് മറുപടി നൽകുന്നത് സംഘപരിവാർ നേതൃത്വമാണ് എന്ന ഉത്തമ ബോധ്യമുണ്ട്. നഗരസഭയിലെ അഴിമതികൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരുമ്പോൾ സഖാക്കൾക്ക് BJP നേതൃത്വം ഭയക്കേണ്ടി വരും. അതിന്റെ നേർക്കാഴ്ചകൾക്കാണ് തലസ്ഥാനം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. BJP നേതൃത്വം ഇടതു സഖാക്കളുടെ നെറുകേടുകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അതിനെ പരിഹസിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും മുതിർന്ന സഖാക്കൾക്കൊരു പ്രത്യേക കഴിവുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഈ ബസ്സുകളുടെ വിഷയത്തിലെ മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണമെന്നാണ് പൊതുവെ ഉയർന്നുവരുന്ന അഭിപ്രായങ്ങൾ. എന്തൊക്കെ വന്നാലും കോർപ്പറേഷന്റെ അഴിമതികൾ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനായി നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മേയർ VV രാജേഷ്. കോർപ്പറേഷൻ BJP പിടിച്ചതിനു പിന്നാലെ ശ്രീലേഖയും VK പ്രശാന്തും തമ്മിലുണ്ടായ ഓഫീസ് തർക്കത്തിനു ശേഷം മേയർ KSRTC തർക്കവും ചൂടുപിടിക്കുകയാണ്. ഈ ബസ്സുകൾ ഇതിലെ ഓടിയാൽ മതിയെന്ന് BJP നിയന്ത്രിക്കുന്ന കോർപ്പറേഷൻ കൗൺസിലും മേയറും തീരുമാനിച്ചാൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും KSRTCയും വെട്ടിലാകും. 113 ഇലക്ട്രിക് ബസ്സുകൾ കിട്ടിയതോടെ KSRTCയുടെ വരുമാനം കൂടിയിരുന്നു. ഇപ്പോഴുയർന്ന വിവാദത്തിന്റെ പേരിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഡബിൾ ബെല്ലടിച്ച് ബസ്സുകൾ ഏറ്റെടുത്ത് മുംബൈ, ബാംഗ്ലൂർ മാതൃകയിൽ നഗരത്തിനുള്ളിൽ സർവീസ് നടത്താൻ തീരുമാനിച്ചാൽ KSRTCക്ക് തിരിച്ചടിയാകും. നഗരത്തിലെ വായു മലിനീകരണം കുറയ്ക്കാൻ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് KSRTCക്ക് കോർപ്പറേഷൻ വാങ്ങി നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ തന്നെ ഓടിയാൽ മതിയെന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് മേയർ VV രാജേഷ്. കോർപ്പറേഷൻ വാങ്ങി നൽകിയ 113 ബസ്സുകളിൽ നല്ലൊരു ഭാഗവും സംസ്ഥാനത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലുമാണ് ഓടിക്കുന്നതെന്ന് മേയർ കുറ്റപ്പെടുത്തി. ഈ ബസ്സുകൾ ഇത്രയും നാൾ ഓടിയതിൽ കരാർ പ്രകാരം കോർപ്പറേഷന് ലഭിക്കേണ്ട ലാഭവിഹിതം KSRTC നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ പേരിലാണ് ബസ്സുകൾ മറ്റിടങ്ങളിൽ ഓടിക്കുന്നത്. മുൻ നിശ്ചയിച്ച റൂട്ടുകളിലാണോ ബസ്സുകൾ ഓടുന്നതെന്ന് ഉടൻ പരിശോധിക്കും, അല്ലെങ്കിൽ നടപടിയെടുക്കും. KSRTCക്ക് ലാഭമുണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ നഗരത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട സൗകര്യം ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഒരു സിസ്റ്റം തീരുമാനിച്ച കാര്യങ്ങൾ ഒന്നോ രണ്ടോ വ്യക്തികൾ ചേർന്ന് ലംഘിക്കാൻ ശ്രമിച്ചാൽ അത് തടയുമെന്നും മേയർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മേയറെ പരിഹസിച്ച് മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തിയിരുന്നു. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന പഴമൊഴിയാണ് ഇതിനുള്ള മറുപടിയെന്ന് മന്ത്രി വ്യക്തമാക്കിയത്. പല ബസ്സുകളും GPS പരിധിക്ക് പുറത്ത് നഗരത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുക, മലിനീകരണ തോത് കുറച്ച് കാർബൺ ന്യൂട്രൽ നഗരമാക്കി തലസ്ഥാനത്തെ മാറ്റുക എന്നീ ലക്ഷ്യങ്ങളോടെ 100 കോടിയിലേറെ മുടക്കി വാങ്ങിയ 113 ഇലക്ട്രിക് ബസ്സുകളിൽ 33 GPS പരിധിക്ക് പുറത്തായത് കഴിഞ്ഞ വർഷം തന്നെ ചർച്ചയായിരുന്നു. ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ 33 ബസ്സുകളുടെ റൂട്ട് കാണാനില്ലെന്ന് കോർപ്പറേഷൻ KSRTCയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നഗരത്തിൽ ഓടേണ്ട ബസ്സുകളിൽ ഒരെണ്ണം കൊല്ലത്തിന് സർവീസ് നടത്തുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. വരുമാനം പങ്കുവയ്ക്കുന്നതിലും റൂട്ട് നിശ്ചയിക്കുന്നതിലും പങ്കാളിത്തം ആവശ്യപ്പെട്ട് KSRTCയുമായി കോർപ്പറേഷൻ പലതവണ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഡബിൾ ഡക്കർ ഉൾപ്പെടെ 115 ഇലക്ട്രിക് ബസ്സുകളാണ് കോർപ്പറേഷൻ വാങ്ങി നൽകിയത്. ഇതിൽ 80 ബസ്സുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സിഗ്നലുകൾ കോർപ്പറേഷൻ ആസ്ഥാനത്ത് സജ്ജീകരിച്ചിട്ടുള്ള കൺട്രോൾ സെന്റർ ലഭ്യമായിരുന്നു. ബാക്കിയുള്ളവ പരിധിക്ക് പുറത്തായിരുന്നു. സ്മാർട്ട് സിറ്റിയും കോർപ്പറേഷനും KSRTCയും തമ്മിലുള്ള കരാർ പ്രകാരമാണ് ബസ്സുകൾ ഓടിക്കുന്നത്. തിരക്കേറിയ സമയത്ത് നഗരപരിധിക്കുള്ളിലും തിരക്കില്ലാത്ത സമയത്ത് പുറത്തേക്കും സർവീസ് നടത്താമെന്നാണ് KSRTCയുമായുള്ള കരാർ. എന്നാൽ ഇതും ലംഘിച്ച് മറ്റു ജില്ലകളിലേക്കുൾപ്പെടെ സർവീസ് നടത്തുന്ന ബസ്സുകളിലെ GPS പ്രവർത്തിക്കാത്തതെന്ന സംശയമാണ് ഉയർന്നത്. എല്ലാ ബസ്സുകളുടെയും GPS സംവിധാനം പരിശോധിക്കാമെന്ന് KSRTC ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇത് പാലിക്കപ്പെടാതിരുന്നതാണ് ഇപ്പോൾ വിവാദം വീണ്ടും പൊട്ടിപ്പുറപ്പെടാൻ കാരണം. KSRTCയുടെ നഷ്ടവാദവും പൊളിയും ബസ്സുകൾ നഷ്ടത്തിൽ ഓടിക്കാനാകില്ലെന്നാണ് KSRTCയുടെ വാദം. തലസ്ഥാനത്തേക്കുള്ള യാത്രക്കാരെ കൊണ്ടുവരാനാണ് പുറത്തേക്ക് സർവീസ് നീട്ടിയതെന്നും KSRTC പറയുന്നുണ്ട്. നഗരസഭാ പരിധിക്കുള്ളിൽ സർവീസ് അവസാനിപ്പിച്ചാൽ ബസ് ചാർജ് ചെയ്യാനുള്ള സൗകര്യമില്ലെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ ബസ്സുകൾക്ക് മൂലധന ചെലവായി ഒരു പൈസ പോലും KSRTC മുടക്കിയിട്ടില്ലെന്നും ഇന്ധന ചെലവ് വരുന്നില്ലെന്നും കോർപ്പറേഷൻ അധികൃതർ പറയുന്നു. ബസ്സുകൾ നഗരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നില്ലെങ്കിൽ ഈ ബസ്സുകൾ തിരിച്ചെടുത്ത് കോർപ്പറേഷൻ തന്നെ മുംബൈ, ബാംഗ്ലൂർ മാതൃകയിൽ സർവീസ് നടത്തുന്നതിനെ കുറിച്ചും ആലോചന ഉയർന്നിരുന്നു. ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് ചില ബസ്സുകൾ തിരുവനന്തപുരത്തിനും കൊല്ലത്തിനുമിടയിൽ സർവീസ് നടത്താൻ ഉപയോഗിച്ചത്. ഇതോടെ നഗരത്തിലെ സർവീസുകൾ വെട്ടിച്ചുരുക്കിയത് സ്ഥിരം യാത്രക്കാരെ പ്രതിസന്ധിയിലുമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.